നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആദർശം? തീരുമാനം മാറ്റണം. എനിക്ക് അറബി മുൻഷികൾക്ക്, അധ്യാപകന്മാർക്ക് ജോലി ഉണ്ടാവണമെന്നൊരു ചിന്തയുമില്ല, അത് മറ്റൊരു വിഷയം. പക്ഷെ ഖുർആനോട്, ഖുർആന്റെ ഭാഷയോട് കാണിക്കുന്ന ഒരു പ്രത്യേകത നന്ദിയാണ് കാണിക്കേണ്ടത്, നന്ദികേടല്ല. ഇവിടെയായാലും നാട്ടിലായാലും ഞാൻ ആലോചിച്ചു പോവാറുണ്ട്. ഇറാനിലാണ് ഒരു കുട്ടി ജീവിക്കുന്നതെങ്കിൽ ആ കുട്ടി സ്വമേധയാ പേർഷ്യൻ ഭാഷ സംസാരിക്കും. റഷ്യയിൽ 5 കൊല്ലം താമസിച്ചാൽ റഷ്യൻ ഭാഷ സംസാരിച്ചു തുടങ്ങും. അങ്ങനെ പെട്ടെന്ന് വഴങ്ങാത്തൊരു ഭാഷയുള്ളൂ ചൈനീസ് മാത്രം. എന്നിട്ട് ഞാൻ നിർത്താൻ വേണ്ടിയിട്ടാണോ കൊണ്ടെന്ന് വെച്ചത്? അങ്ങനെ മുന്നറിയിപ്പുണ്ടോ? ഇൻഷാ അല്ലാഹ്. ഓക്കെ, സമയമായെന്ന് എനിക്കറിയാം. അപ്പോ നമ്മൾ ഇവിടെയാണ്, അറബി നാട്ടിൽ താമസിക്കുന്നു. ഈ കുട്ടികൾക്ക് അറിയാത്ത ഭാഷ ഏതാണ്? അറബി മാത്രം. ആലോചിച്ച് നോക്കൂ. നിങ്ങളെ ഞാൻ ഫ്രാൻസിൽ കൊണ്ടുപോയി പഠിപ്പിക്കട്ടെ, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്നുണ്ടാവും. നിങ്ങളെ ഞാൻ ജർമ്മനിയിൽ കൊണ്ടുപോയിട്ട് 5 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ജർമ്മൻ ഭാഷ സംസാരിക്കും. ഇത്ര കാലം അറബ് നാട്ടിൽ നിന്നിട്ട് അറബി അറിയില്ല. അതിനോടൊരു വെറുപ്പ്, ഒരകൽച്ച. മാറ്റണം ഈ സ്വഭാവം, അതാ പറയാനുള്ളത്. ഖുർആനോടുള്ള താല്പര്യം, ഖുർആൻ ഓതാനുള്ള താല്പര്യം, പഠിക്കാനുള്ള താല്പര്യം, അതുപോലെ തന്നെ ഇസ്ലാമിക സംസ്കാരം എന്താണോ അതിനോട് പൂർണ്ണമായ ഒരു കൂറും കാണിക്കാൻ താല്പര്യം കാണിക്കുക. അവസാനിപ്പിക്കുന്നു ഞാൻ. എന്താണ് ഈ സംസാരത്തിന്റെ ആകത്തുക എന്നറിയോ? എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിന്റെ ഭാഗമായി ഇസ്ലാമിനെയും ഇസ്ലാമിക സംസ്കാരത്തെയും തിരിച്ചറിയാം. ഇതിനൊരു ഫോളോ അപ്പ് ഉണ്ട്. ഈ പരിപാടിയുടെ പഠിക്കാനുള്ള സൗകര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ 1-2 കാര്യങ്ങൾ എനിക്ക് കൂട്ടത്തിൽ പറയേണ്ടതുണ്ട്. ഇസ്ലാഹി സെന്ററിന്റെ കീഴിൽ നിങ്ങൾ അറിഞ്ഞു കാണും, എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് 2 മണിക്കൂർ സമയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ സ്കൂൾ പഠനം നിർത്തിയ മുതിർന്ന കുട്ടികൾക്ക്, ഹൈസ്കൂൾ ക്ലാസ്സിലോ അതിനുശേഷമോ പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി ഒരു പ്രത്യേക കോഴ്സ് സംഘടിപ്പിക്കുന്നുണ്ട്. ഏതാനും മാസങ്ങളായിട്ട് ആഴ്ചയിലൊരു ദിവസം. മഗ്‌രിബ് നമസ്കരിച്ച ഉടനെ തുടങ്ങുന്നു, അല്ല അസ്ർ നമസ്കരിച്ച ഉടനെ തുടങ്ങുന്നു, മഗ്‌രിബ് നമസ്കാരത്തോടു കൂടി അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഖുർആൻ, ചരിത്രം, കർമ്മശാസ്ത്രം, പിന്നെ ഹദീസ്, ഈ വിഷയങ്ങളാണ് പഠിക്കാനെടുക്കുന്നത്. ഇതിൻ്റെ അപേക്ഷാ ഫോമുകൾ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെല്ലാവരെയും ക്ഷണിക്കാം. നാളെ ആ ക്ലാസ് ഉണ്ട്. എന്താ, വരാൻ ഇഷ്ടമുണ്ടോ അതോ ഇല്ലേ? ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ പ്രസംഗം ഇനിയും നിങ്ങളുമല്ലോ, അതുകൊണ്ട് ഇഷ്ടമുണ്ടെന്ന് പറയാം. വരല് നമ്മളല്ലേ, അല്ലേ? ആ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എന്താ നേടുന്നത്? ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെയും ഇവിടെയൊക്കെ മുട്ടിത്തിരിഞ്ഞ സമയം പോകുന്ന അത്ര തന്നെ. ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനോ മറ്റോ ഉള്ള, അല്ലെങ്കിൽ സ്കൂളിൽ കോച്ചിങ് ക്ലാസ്സുകളോ അതിനെപ്പറ്റി അവഗണിച്ചല്ല ഞാൻ പറയുന്നത്. രക്ഷകർത്താക്കളെ, നിങ്ങളെ മക്കൾക്ക് വേണ്ടി, അല്ല നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു പ്രതിഫലേച്ഛയും ഭൗതികമായി ആഗ്രഹിക്കാതെ വിശ്രമിക്കേണ്ട ഇടവേളകളിൽ നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങൾക്കും നമുക്കും ഒരുമിച്ച് നൽകേണ്ട ദീനീയ അധ്യാപനങ്ങൾ നൽകാൻ പാകത്തിൽ ഇസ്ലാഹി സെന്റർ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. അതിൻ്റെ കീഴ്ഘടകങ്ങളും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് എല്ലാ അത് വർദ്ധിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആൺകുട്ടികളെന്നും പെൺകുട്ടികളെന്നും സെപ്പറേറ്റ് ആക്കി കുറച്ചുകൂടി സൗകര്യത്തിലാക്കി മാറ്റണമെന്ന് ഉദ്ദേശിക്കുന്നു. നിങ്ങളെ ക്ഷണിക്കുകയാണ് ആ ക്ലാസ്സിൽ. അതിനു വേണ്ടിയല്ല ഈ ക്യാമ്പ് നടന്നത്, അതിൻ്റെ ഒരു മാർഗമായി നിങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ നിലക്കൊരു അന്തരീക്ഷം വളർന്നു കിട്ടാൻ, ഈ ഒരു ചിന്തകൾ മനസ്സിലുയരാൻ, ഈ പറയുന്ന തീരുമാനങ്ങളിൽ ജയിക്കാൻ നമുക്കതിൻ്റെതായ ഒരു ശക്തി മാനസികമായി ലഭിക്കേണ്ടതുണ്ട്. അതിന് വിശുദ്ധ ഖുർആൻ കയ്യിലെടുക്കുക എന്നതാണ് സ്ത്രീ പുരുഷന്മാർ മുതിർന്നവർ ചെയ്യേണ്ട ഒരു തീരുമാനം. ക്ഷണിക്കുകയാണ് ഞാൻ, അറിയിക്കുകയാണ് ഞാൻ. ഇസ്ലാഹി സെന്ററിന്റെ കീഴിൽ, MGMന്റെ കീഴിൽ, ദോഹയുടെ, ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഖുർആൻ ലേണിംഗ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഒരു കാഴ്ചക്കാരിയായിട്ടെങ്കിലും ഒന്ന് പോയി നോക്കൂ അവിടെ എന്താണ് നടക്കുന്നത് എന്ന്. ആ സദസ്സ് നിങ്ങൾക്ക് സുഖം നൽകുന്നുവെങ്കിൽ, ആനന്ദം നൽകുന്നുവെങ്കിൽ, കാണാത്ത മേഖലകളിലേക്കും ചിന്തകളിലേക്കും പടച്ചവന്റെ വചനങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തുടർന്നോളൂ. അതല്ല, അത് നിങ്ങളെ മുരടിപ്പിക്കാനാണെങ്കിൽ യാത്ര പറഞ്ഞു. എനിക്ക് ഉറപ്പുണ്ട്, ആ വിശുദ്ധ ഖുർആന്റെ ക്ലാസ്സുകളിൽ ഒരാളല്ല, ആരെടുക്കുന്ന ക്ലാസ്സുകളായിരുന്നാലും ശരി, ആ ക്ലാസ്സുകളിൽ പോയി ഇരിക്കലിരുന്നവൻ ഞാൻ ഇനിയും വരുമെന്നേ തീരുമാനിക്കൂ. നമുക്ക് മരിക്കണം, പടച്ചവന്റെ കോടതിയിലെത്തണം. ഈ കിതാബിനെ അവഗണിച്ചവരുടെ കൂട്ടത്തിലല്ല, ഈ കിതാബിനെ സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവണം. അതുകൊണ്ട് എല്ലാവരോടും
MGM സെന്റർ നടത്തുന്ന വിവിധ ഖുർആൻ ലേണിംഗ് ക്ലാസ്സുകളിൽ നിങ്ങൾ അംഗങ്ങളാവുക, മെമ്പർമാരാവുക. ആയവർ അത് തുടരുക, കുട്ടികളെ പങ്കെടുപ്പിക്കുകയും ചെയ്യുക. നമുക്ക് ഒരു പുതിയ യജ്ഞം, ഒരു പുതിയ സംരംഭം നാം തുടക്കം കുറിക്കുകയാണ്. മാറ്റത്തിൻ്റെ, നന്മയിലേക്കുള്ള യാത്രയുടെ, പടച്ചവന്റെ പൊരുത്തം നമുക്കേറെ ലഭിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് നാം കാൽവെക്കുകയാണ്. ഈ കാൽവെപ്പാണ് ഈ സംരംഭത്തിന്റെ പിറകിലെ ചിന്ത. അത് വിജയിച്ചു എന്ന് കാണുന്നതിൽ അൽഹംദുലില്ലാഹ് ഖൈർ. പ്രവർത്തിച്ചവർക്കും അണിയറയിൽ ഒരുങ്ങിയവർക്കും ഒരുക്കം കൂട്ടിയവർക്കും അതിന് വേണ്ടി ഒരുപാട് ദിനരാത്രങ്ങൾ സമയം ചെലവഴിച്ചവർക്കും അള്ളാഹുവിന് അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കും മുമ്പ് ഒരു കടപ്പാട് നിർവഹിക്കട്ടെ. ഞാൻ ഓതി വെച്ച ആയത്ത് അർത്ഥം ഞാൻ പറഞ്ഞു. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ വജഅല മിൻ അസ്വാജികും ബനീന വഹഫദതൻ. മക്കളെ കൊണ്ട് മാത്രം അവസാനിപ്പിക്കാനല്ല പടച്ചവന്റെ സംസാരം. ഈ ഇരിക്കുന്നവരിൽ പലരും ഉപ്പാപ്പമാരാ, ഉമ്മമ്മമാരാ. അവരുടെ കുട്ടികൾ കല്യാണം ഒക്കെ മുതിർന്നിരിക്കുന്നു, സ്വന്തം കാലിൽ നിൽക്കാനായിരിക്കുന്നു. അതാ പടച്ചവന്റെ വചനം. നിങ്ങൾക്ക് ഞാൻ മക്കളെ മാത്രമല്ല പേരമക്കളെയും നൽകിയില്ലേ? മക്കളെ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പേരമക്കളെ കാര്യത്തിലും ഈ ശ്രദ്ധകൾ പാലിച്ചു കൊള്ളുക. സുബ്ഹാനല്ലാഹ്. ഒരു സുഹൃത്തിനോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഇതേതാ കുട്ടി? ഒരു ചെറിയ കുഞ്ഞിനെ കാണുന്നു. ഇത് മകളെ കുട്ടിയാ, ഖുർആൻ പഠിപ്പിക്കാൻ കൊണ്ടുവന്നതാ. അതാണ് ആ ഖുർആന്റെ തത്വം. മക്കളിൽ കാണിച്ച താല്പര്യം മക്കളുടെ കാലഘട്ടം കഴിഞ്ഞാൽ പേരമക്കളിലേക്ക് കൂടി കാണിക്കണമെന്ന് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയുണ്ടെന്ന ബോധ്യം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ മുമ്പിൽ കൈകൾ നീട്ടുകയാണ് നാം ഇപ്പോൾ, അനുഗ്രഹത്തിന് വേണ്ടിയും അവന്റെ റഹ്മത്തിന് വേണ്ടിയും. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഞങ്ങൾ ഈ തരം ഒരു സംരംഭം ഒരുമിച്ച് ചേർത്തതും ഈ തരം കൂട്ടായ്മയുണ്ടാക്കിയതും നിന്റെ ദീനിനോടുള്ള സ്നേഹത്തിന്റെ പേരിലാണെന്ന് അറിയുന്ന നാഥ, ആ വിധത്തിൽ ഇതൊരു പുണ്യകർമ്മമായി നീ സ്വീകരിച്ച് ഞങ്ങൾക്ക് പ്രതിഫലം നൽകുമാറാവേണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളും ഞങ്ങളുടെ മക്കളും നിന്റെ ദീനിനെ ഞങ്ങളുടെ കുടുംബങ്ങളും നിന്റെ ദീനിനെ സ്നേഹിക്കുന്നവരായും ആ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായും നിലനിൽക്കാൻ നീ തൗഫീക്ക് ചെയ്യണമേ നാഥ. അള്ളാഹുവേ, ഈ ദീനിന് വേണ്ടി കഷ്ടപ്പെടുകയും ഈ ദീൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി അധ്വാനിക്കുകയും ചെയ്ത ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ അതിരറ്റ ശാന്തിയും സമാധാനവും നൽകുകയും അദ്ദേഹത്തോടൊപ്പം സ്വർഗത്തിൽ താമസിക്കാൻ ഒരുമിച്ച് ചേരാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് ചെയ്യുകയും ചെയ്യണമേ നാഥ.